നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങരുത്. തഖ്വ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു. ആ 3 എണ്ണം കൊണ്ടാണ് സാധാരണ പരാജയം വരുന്നത്. സലാസുൻ ഹുന്ന മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. എല്ലാരും അത് ആരിലുണ്ടായാലും അങ്ങനെ. 1 ശുഹ്ഉൻ മുത്താഅ്, വിധേയപ്പെടുന്ന രീതിയിലുള്ള പിശുക്ക്, പിശുക്കിനനുസരിക്കുക അല്ലേ, അനുസരണ വിധേയമാക്കപ്പെടുന്ന പിശുക്ക്. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാം. ഇന്നെന്താ ദിവസം? തിങ്കളാഴ്ച അല്ലേ? വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ 2.50 നോട്ടെടുത്ത് കീശയിലിട്ടു. പുരുഷന്മാരെ പറ്റിയാണ് ഉമ്മമാർ ആദ്യം പറയുന്നത്, നിങ്ങളെ പറ്റി പിന്നെ പറയാം. 2.50 നോട്ട് കീശയിലിട്ടു. എന്തിന്? 2 തരം പിരിവേരുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ 50 കൊടുക്കാലോ എന്നൊരു നല്ല ഉദ്ദേശം തന്നെ, കുഴപ്പമൊന്നുമില്ല. പള്ളിയിൽ വന്നു നോക്കുമ്പോ അന്ന് പിരിവ് ചോദിച്ചു വന്നിരിക്കുന്ന ഒരാളാണ്, ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തിന് വീടുമില്ല, താമസിക്കാൻ വളരെ പ്രയാസമാണ്. നാട്ടുകാരൊക്കെ കൂടി ചെറിയ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഒരു തറക്കിട്ട് ഇങ്ങനെ വീടിനുള്ള സംരംഭമൊക്കെ ഉണ്ട്. അപ്പോ ഉസ്താദ് അവർകൾ പറഞ്ഞു, എല്ലാവരും കഴിവിന്റെ പരമാവധി അദ്ദേഹത്തിനെ കൊടുത്ത് സഹായിക്കണം. 2.50 കൊണ്ടുവന്ന ആൾ ശരിക്കും 2.50 കൂട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കണക്കിന്, അങ്ങനെ വേണ്ടത്. എന്നാലും 100 അല്ലേ ആകുള്ളൂ, 100 ആകുള്ളൂ. പക്ഷേ 2.50 കൊണ്ടുവന്ന ഒരാള്, അയാൾ ചിന്തിച്ചു, അൽഹംദുലില്ലാ 2 പിരിവില്ലല്ലോ, അതുകൊണ്ട് 1.50 കൊടുത്തു, 1.50 എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ട് ചായ ഒക്കെ കുടിച്ച് റാഹത്തായിട്ട് പിരിഞ്ഞു പോകാം. ഇന്ന് 2 പിരിവില്ലാത്തതുകൊണ്ട് വലിയ ഭാഗ്യമായി. 2.50 കൂട്ടിയിട്ട് 100 കൊടുക്കേണ്ട സ്ഥലത്താണ് 50 മാത്രമാക്കി ചുരുക്കിയത്. കല്യാണത്തിന് പോയി, ആണും പെണ്ണും 2 കൂട്ടർക്കും പറ്റുന്ന ഉദാഹരണം. കല്യാണത്തിന് പോയി, നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ കല്യാണത്തിന് പോയി, കുടുംബ വീട്ടിലാണ് കല്യാണം. ഒരാള് കുടുംബക്കാരന്റെ കല്യാണല്ലേ, സഹായിക്കണം. ഒരു പെൺകുട്ടിയെ കെട്ടിക്കുകയാണ്, നാട്ടിലൊക്കെ ഉണ്ടല്ലോ സാധാരണ സഹായിക്കലുണ്ടല്ലോ. അപ്പൊ സ്വന്തം പെങ്ങളെ മോളെ കെട്ടിക്കുകയാണ് അവിടെ. അപ്പൊ ഒരു 50,000 കൊടുക്കണം എന്ന് വിചാരിച്ച് 50,000 ഒക്കെ റെഡിയാക്കിയിട്ട് കവറിലാക്കിയിട്ട് ഇയാൾ പോയി. അവിടെ എത്തി നോക്കുമ്പോ ഒരു കസേര ഇട്ട്, ഒരു മേശയിട്ട് അപ്പുറത്ത് കസേര ഇട്ട് 2 ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കവറൊക്കെ വാങ്ങാനും അഡ്രസ്സൊക്കെ എഴുതാനൊക്കെ സാധാരണ നാട്ടിൽ പതിവുണ്ടല്ലോ. അപ്പൊ 50,000 കൊണ്ടുപോയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആ ചെയറിൽ ഇരിക്കുന്ന മേശ, അതിന്റെ ഇപ്പുറത്ത് മേശയിട്ടിരിക്കുന്ന ആളെ ഭാഗത്തേക്ക് നോക്കുമ്പോ എത്ര കവറാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയോ? സുബ്ഹാനല്ലാഹ്, ആ വലിയ സഞ്ചിയിലൊക്കെ ഇട്ടത് കവറാണ്. ആ കവറിലൊക്കെ ഉള്ളത് എണ്ണി നോക്കുമ്പോ എത്ര ലക്ഷം ഉണ്ടാവും? ഇഷ്ടംപോലെ ഉണ്ടാകൂലേ? അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, 50 കൊടുക്കണം, ഒരു 25 ആക്കിയാലോ? അതാ പിശുക്കിന്റെ മനസ്സങ്ങനെ വരികയാണ്. അതിനെ അനുസരിച്ചു പോയാൽ അവിടെയാണ് സഹോദരങ്ങളെ തകർച്ച സംഭവിക്കുന്നത്. ശുഹ്ഉൻ മുതാഉൻ, വിധേയപ്പെടുന്ന പിശുക്ക്. ശരിക്ക് ആ 50,000 കൊണ്ടുവന്ന കുടുംബക്കാരൻ എത്ര കിട്ടിയോ കിട്ടിയില്ലേ ഒന്നും ചിന്തിക്കാതെ മുഴുവനായും കൊടുക്കുകയാണ് വേണ്ടത്. ശരിയായ നിലക്കവൻ ചിന്തിക്കുമ്പോ, ഞാൻ ഇത്രയല്ലേ കൊടുക്കുന്നുള്ളൂ, എന്റെ കുടുംബ ബന്ധം എന്ന രീതിയിൽ ധാരാളം കൊടുക്കേണ്ടതാണ്, ഇത്രയല്ലേ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ, ഇത് മുഴുവനായും കൊടുക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് മൊത്തമല്ല കൊടുക്കുന്നത്, അതിന്റെ ചെറിയൊരു ഭാഗം, നല്ലൊരു ശതമാനമാണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതിൽ തന്നെ പിശുക്ക് വന്നാലോ, സുബ്ഹാനല്ലാഹ്, ആ പിശുക്ക് മനുഷ്യനെ തകർച്ചയിലേക്ക് നയിക്കും. പിശുക്ക് മനുഷ്യനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. പിശുക്കരുത്. പാകത്തിന് ഉപയോഗിക്കേണ്ടിടത്ത് പാകത്തിന് ഉപയോഗിക്കണം, ചുരുക്കി പോകരുത്. പാകത്തിന് കൊടുക്കേണ്ടിടത്ത് പാകത്തിന് കൊടുക്കണം. അമലുകളിലും ഉണ്ട് പിശുക്ക്. ആ പിശുക്ക് കുറച്ച് കൂടുതലാണ്, കുറവല്ല. അമലുകളിലും ഉണ്ട് പിശുക്ക്. ഫർള് നിസ്കരിക്കാൻ റെഡിയുള്ള ആളുകൾ റെഡിയാണ്, സുന്നത്തിന് പലർക്കും താല്പര്യം ഇല്ലാതൊരു പിശുക്കാണ്. ഫർളിന്റെ കൂടെ 2 റക്അത്ത് സുന്നത്തല്ലേ നിസ്കരിക്കേണ്ടതുള്ളൂ, പക്ഷേ വേണ്ടാന്ന് വെക്കുന്നു, പിശുക്കിപ്പോയി. ഇനി സുന്നത്ത് നിസ്കരിക്കുന്നവരോ നേർക്ക് നേരെ തസ്ബീഹ് ചെല്ലാൻ അവരെ മനസ്സും ശരീരവും സെറ്റപ്പാകുന്നില്ല.
സുജൂദിലേക്ക് നെറ്റി വെച്ച് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് നെറ്റി എടുത്ത് വീശിപ്പോയി. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഒരു 3 പ്രാവശ്യം പറയാൻ നെറ്റി വെക്കാനുള്ളൊരു കഴിവ് ഇല്ല. അതേ അത്തഹിയ്യാത്ത് ഓതുമ്പോ അത്തഹിയ്യാത്ത് ഓതിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് സലാം വീട്ടിപ്പോയി. അവിടെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദും കൂടി പറഞ്ഞാലാണ് ആ നിസ്കാരം പൂർണ്ണമാകുക. ശേഷം ഒരു ദുആ ദ്വാർക്കാനുണ്ട്. ആ ദുആവും കൂടി ദ്വാർന്നാലാണ് ഏറ്റവും പൂർണ്ണമാകുക. അതിനാകെ കുറഞ്ഞ സമയമേ ഉള്ളൂ. പക്ഷേ പിശുക്കിപ്പോയി. ഫർള് നിസ്കാരം നിസ്കരിക്കുന്നതോടൊപ്പമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നല്ലോണം ഭംഗിയാക്കിയാണ് നിർവഹിക്കേണ്ടത്. ഫർളിന്റെ പോരായ്മകളൊക്കെ പരിഹരിക്കാനുള്ളതാണ് സുന്നത്ത്. അത് തന്നെ പിശുക്കിയാലോ സഹോദരങ്ങളെ, പിന്നെ ആ ഫർളിനെ പൂർണ്ണമാക്കാൻ എന്താണുള്ളത്? അമലിലുള്ള പിശുക്ക് ചെറിയ പിശുക്കല്ല, അമലിലുള്ള പിശുക്ക് വലിയ പിശുക്കാണ്. 5 നിസ്കാരത്തിന്റെ ശേഷവും കണ്ടില്ലേ നിങ്ങള്, ദിക്റ് ചൊല്ലാനുണ്ട്, ദ്വാരക്കാനുണ്ട്. 110 ദിക്റ് പതിവായി അത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവിടെ എല്ലാം പിശുക്കിപ്പോയി. ചിലർ അസ്തഗ്ഫിറുല്ലാഹ് എന്നും പറഞ്ഞ് എണീറ്റ് പോയി. ചില ആളുകളോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി വരെ ഓതിയിട്ട് ദ്വാരന്നു പോയി. ബാക്കിയുള്ളത് ചെല്ലാനോ നമുക്ക് മനസ്സില്ല, ബാക്കിയുള്ളത് ചെല്ലാനോ നമുക്ക് സമയം കാണുന്നില്ല. അമലുകളിൽ പിശുക്കരുത്. അവനവന്റെ സൗകര്യം പോലെ ചെയ്താലോ അതിന് പൂർണ്ണത ലഭിക്കൂല. മദീന പള്ളിയിൽ വന്നൊരു സഹാബി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ആ സഹാബി 2 കൈയും ഉയർത്തിയിട്ടൊരു ദുആ, സഹാബിയാണ് ദ്വാരക്കുന്നത്, 2 കൈയും ഉയർത്തിയിട്ടൊരു ദുആ അങ്ങ് ദ്വാരുന്നു. ദ്വാരന്നിട്ട് പെട്ടെന്ന് എണീറ്റ് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, അജില ഹാദാ അജില ഹാദാ, ഇയാൾക്ക് തിരക്ക് കൂടിപ്പോയി, ബിസി ആയി പോയി, തിരക്ക് കൂടിപ്പോയി. ഹംദുല്ല സ്വലാത്തുല്ല ഒറ്റ ദുആ, റബ്ബന 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 എന്ന് പറഞ്ഞൊരു ദുആ. ഉദാഹരണം പറയാൻ നമ്മളെ പറ്റി ഹംദും സ്വലാത്തൊക്കെ ചൊല്ലുമ്പോൾ നേരെത്ര പോവും? നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. പിന്നെ ബാക്കിയുള്ള സ്വലാത്തിന്റെ വക അതന്നെ 2 ചുംബനം കൈ. സ്വലാത്തൊക്കെ 2 മുത്തം കൊടുക്കല്ലോ, സ്വലാത്തൊക്കെ വന്നില്ലേ ഹംദൊക്കെ. ദാദാ സ്വലാത്തിന്റെ പകരം റബ്ബന റബ്ബന എന്ന് പറഞ്ഞ് ഈ സ്വഹാബി കുറെ ദ്വാരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിന്നിട്ട് പറഞ്ഞു, അജില ഹാദാ അജില ഹാദാ, ഇയാൾക്ക് തിരക്ക് കൂടിപ്പോയി, ബിസി കൂടിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അതേ പള്ളിയിൽ നിസ്കാരത്തിന് വന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മഹാനവറുകൾ ദ്വാരക്കാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ ദ്വാരക്കുമ്പോ ഇത് കണ്ടു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സൽ, ചോദിച്ചോളൂ ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഅത, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നൽകപ്പെടും. എത്ര ചോദിച്ചോളൂ അല്ലാഹുവിനോട്. കാരണം അതൊരു മട്ടുള്ളത് വേണം. ഒരു ഹംദും സ്വലാത്തും ചെല്ലാൻ പിശുക്കിയ ആളോട് പറഞ്ഞാൽ എങ്ങനെ? അജില ഹാദ, തിരക്കൂടിപ്പോയി തിരക്കൂടിപ്പോയി. ഒരു ഹംദും സ്വലാത്തിന് ഇത്ര അധികം നേരമുണ്ടോ? പിശുക്കാണ്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് ഇത്ര നേരമുണ്ടോ? പിശുക്കാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, 10 റക്അത്ത് മുഅക്കദായ സുന്നത്ത് നിസ്കാരെങ്കിലും പതിവാക്കണം. 90 വയസ്സാകട്ടെ എന്ന് കാത്തിരിക്കരുത്. എല്ലാ രോമങ്ങളും നരച്ചിട്ട് എല്ലാ കണുപ്പുകളിലും വേദന വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ശയ്യാവലംബിയായി കിടക്കട്ടെ എന്ന് ചിന്തിക്കരുത്. 10 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരുമിച്ചല്ലല്ലോ. സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഈ 10 റക്അത്ത് മുഅക്കദായ റവാത്തിബ് നിസ്കരിക്കാത്ത ആലിമ്, നിസ്കരിക്കാത്ത മുതഅല്ലിമ്, അവര് ദുന്യാവിന്റെ ആലിമാണ്, ദുന്യാവിന്റെ മുതഅല്ലിമാണ്. ആഖിറത്തിന്റെ ആലിമല്ല, ആഖിറത്തിന്റെ മുതഅല്ലിമല്ല. ഞാൻ പറഞ്ഞതല്ല, പണ്ഡിതന്മാരുടെ നേതാക്കളിൽ ഒരാളായ അല്ലാമ ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മാബരി റളിയല്ലാഹു അൻഹു അവരല്ലേ പറഞ്ഞത്, വകദാ ഇദാ തറക റവാതിബ വസ്സുനൻ ഇന്നുക്കിദത് ഫഅലംഹു വസ്ഹുബിൽ ഇത്തിലാ. മുഅക്കദായ റവാതിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ആലിമ്
ദുനിയാവിന്റെ ആലിമാണ്, ആഖിറത്തിന്റെ ആലിമല്ല. ആലിമിന് തന്നെ അതൊരു കുറവാണെങ്കിൽ അല്ലാത്തവർക്ക് എത്രമാത്രം വലിയ കുറവാണ്. ഒരു പണ്ഡിതന് ദുനിയാവിന്റെ ആലിമായി കണക്ക് കൂട്ടാൻ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരമാകുന്ന റവാത്തിബ്, അത് ദുഹറിന്റെ മുമ്പും ശേഷവും, ഇശാഇന്റെ ശേഷവും, മഗ്രിബിന്റെ ശേഷവും, സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നില്ലേ, അവനെ പറ്റി ആഖിറത്തിന്റെ ആലിം എന്ന് പറയാൻ പറ്റൂല എന്ന് പറയുമ്പോ എത്രമാത്രം വലിയൊരു അടയാളമാണ് പഠിപ്പിച്ചത്. അതിൽ പിശുക്കരുത്, സുന്നത്ത് നിസ്കാരങ്ങളിൽ പിശുക്കരുത്. ഒന്ന് നോക്കൂ, നമ്മളെ നാട്ടിലെ ആളുകളെ പിശുക്ക്. ജുമുഅക്ക് എല്ലാവരും ഉണ്ട്. ജുമുഅ കഴിഞ്ഞു 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര പേരുണ്ട് എന്ന് എണ്ണി നോക്കൂ. എത്ര പേരുണ്ട് എന്ന് എണ്ണി നോക്കൂ. ഒരു 10 ആളെ കിട്ടിയാൽ വലിയ ഭാഗ്യാണ്. 10 ആളെ കിട്ടിയാൽ വലിയ ഭാഗ്യാണ്. സുബ്ഹാനല്ലാഹ്. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനാണോ ഇത്ര പിശുക്ക്? എത്ര ചെറിയ നേരം മതി അതിന്. നിസ്കാരങ്ങൾ കുറക്കരുത്, ദിക്റുകൾ മുടക്കരുത്. അത് ചൊല്ലേണ്ടിടത്ത് നിർവഹിക്കേണ്ടിടത്ത് നിർവഹിക്കണം. അധികമാകുന്ന വിഷയങ്ങളോ അത് സൂക്ഷിക്കണം. അധികമാകുന്ന, അമിതമാകുന്ന, ദൂർത്താകുന്ന കാര്യങ്ങളോ നിയന്ത്രിക്കണം. അതും ഒരു തരത്തിലുള്ള ഒരു പിശുക്കാണ്. നന്മക്ക് വേണ്ടി കൊടുക്കുന്നിടത്ത് ചുരുങ്ങുക. അവനവന്റെ ചില കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോ സുബ്ഹാനല്ലാഹ് അങ്ങോട്ട് അധികരിപ്പിച്ചിട്ട് പരിധി വിട്ടുകൊണ്ടുള്ള ചെലവഴിക്കുക. അത് രണ്ടാമതായി പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന തടീച്ച, തോന്നിയതുപോലെ ജീവിക്കുന്ന രൂപം അല്ലേ? തോന്നിയതുപോലെ ജീവിക്കരുത്, തകർന്നു പോകും. അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കരുത്, നിയമബന്ധിതമായി ജീവിക്കണം. 2 കൂട്ടം ചെരുപ്പ് ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആവശ്യമുണ്ടാവും. അപ്പൊ ഒരാൾ 3ാമത്തെ കൂട്ട് ചെരുപ്പ് എടുക്കാൻ പോവുകയാണ്. എന്തിനാ 3ാമത്തെ കൂട്ടെന്നറിയോ? അയാൾ ഇപ്പൊ അടുത്ത് പുതിയാപ്പിള ഇറങ്ങാൻ പോകുമ്പോൾ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇറങ്ങുമ്പോൾ പുതിയ ചെരുപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്ത്? ആ ചെരുപ്പ് കൊണ്ട് നിലത്തന്നെ ചവിട്ടാനുള്ളത്. ആ ചെരുപ്പിന് നല്ല മോഡലും കാര്യങ്ങളൊക്കെ ഉള്ള ചെരുപ്പുണ്ട്. അയാളെ സമ്പത്തിനനുസരിച്ച് പാകപ്പെടുത്തിയിട്ടുള്ളൊരു ചെരുപ്പാകണം എടുക്കേണ്ടത്. ഈ ചെരുപ്പ് വാങ്ങിയിട്ട് പിന്നെ അതിന്റെ കടം വീട്ടാൻ പിന്നെ വേറൊരു സ്വലാത്തും വേറൊരു മജ്‌ലിസും സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം വരരുത്. വേറൊരു ദുആ മജ്‌ലിസ്. സുഹൃത്തെ, നീയല്ലേ കഴിഞ്ഞാഴ്ച ചെരുപ്പ് വാങ്ങിയത്? അതെ. ആ എത്രക്കാ ചെരുപ്പ്? 1300 റുപ്യന്റെ ചെരുപ്പ്. ഇപ്പൊ നീ വാങ്ങുന്നതോ? ഇപ്പൊ വാങ്ങുന്നത് 2500 റുപ്യന്റെ ചെരുപ്പ്. ഇത്രയും തോന വാങ്ങാൻ കാശുള്ള ആളാണെങ്കിലും നിയന്ത്രിക്കണം. വസ്ത്രങ്ങൾ വാരിക്കൂട്ടുന്നതിൽ നിയന്ത്രിക്കണം. ഭക്ഷണങ്ങൾ ഏറെ വെക്കുന്നിടത്ത് നിയന്ത്രിക്കണം, പാകപ്പെടുത്തണം. നമ്മളൊക്കെ കരുതും ഭക്ഷണം എത്രയും കല്യാണത്തിനൊക്കെ എത്ര ഉണ്ടാക്കിയിട്ട് എത്രയാക്കാം, അതിന് ലിമിറ്റ് ചെയ്യണം. അവിടൊക്കെ പാകപ്പെടുത്തണം. ഇസ്ലാമിന് ഇതിനൊക്കെ നിയമമുണ്ട്. തോന്നും പോലെ ജീവിക്കരുത്. മുമ്പൊക്കെ നിങ്ങൾ നോക്ക്, മുമ്പൊക്കെ നമ്മളെ നാട്ടില് ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു വീട്ടിന് പാകപ്പെടുത്തിയ ലൈറ്റ് ഉണ്ടാകാറുള്ളൂ, അല്ലേ? ഇപ്പൊ വീടിന്റെ ലൈറ്റ് വാങ്ങണമെങ്കിൽ തന്നെ വേണം ലക്ഷക്കണക്കിന് റുപ്യ. കാരണം എന്താ? സിറ്റ് ഔട്ടിൽ തന്നെ വേണം 10 ലൈറ്റ്. അതിന്റെ ഉള്ളിലെ ഡൈനിങ് ഹാളിൽ 25 ലൈറ്റ്. അതിന്റെ ഉള്ളിൽ വേറെ റൂമുണ്ട്, ആ റൂമിൽ 33 ലൈറ്റ്. മേലെ ടെറസിന്റെ മേലെയോ 155 ലൈറ്റ്. ഇവിടെ മലപ്പുറം ജില്ല, ഇത് മലപ്പുറം ജില്ല അല്ലേ? പാലക്കാട് ജില്ല. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഭാഗത്ത് നിങ്ങൾക്ക് പോകുമ്പോൾ, ഇതിലങ്ങോട്ട് പോകുമ്പോൾ കാണാം, മഞ്ചേരി ഭാഗത്ത് ഒരു വീട്. ആ വീട്ടില് മൊത്തം ലൈറ്റ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ 10500 ലൈറ്റ് ഉണ്ട്. ഒരു വീട്ടിൽ ലൈറ്റ് ചൂറണ്ട, നാളെ ഇവിടെയും വരും ഇതൊക്കെ. കാരണം ലൈറ്റ് സംവിധാനം അങ്ങനല്ലേ. ഇപ്പൊ മുമ്പൊക്കെ ഒരു റൂമിൽ 2 ലൈറ്റ്, ഒരു ഭാഗത്തൊരു ലൈറ്റ്, മറ്റേ ഭാഗത്തൊരു ലൈറ്റ്. ഈ ഭാഗത്ത് ലൈറ്റ് ഇട്ടാൽ അങ്ങോട്ടും കാണും, ആ ഭാഗത്ത് ലൈറ്റ് ഇട്ടാൽ ഇങ്ങോട്ടും കാണും, മതി. ഇപ്പൊ അങ്ങനല്ല. ഇപ്പോ കാല് നീട്ടുന്നിടത്ത് ഒരു സ്വിച്ച്, കാലുകൊണ്ട് ലൈറ്റ് ഓൺ ആക്കണം. തലയുടെ ഭാഗത്ത്, തല മുട്ടുന്നിടത്ത് അവിടെ ഒരു സ്വിച്ച് ബോർഡ്, അവിടുത്തെ കുറച്ച് ലൈറ്റ്. എണീറ്റാല് കാലുകൊണ്ട് ഇങ്ങനെ നടക്കുന്നിടത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു സ്വിച്ച് ഇടാൻ അവിടെ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ സ്വിച്ച് ഇടാൻ ഒരു സ്വിച്ച് ബോർഡ്. ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ എത്ര സ്വിച്ച് ബോർഡാ? ഭാഗത്തിന് മതി.
പാകത്തിനെ കാര്യങ്ങൾ നിർവഹിക്കാവൂ. എന്റെ വീടാണെങ്കിലും നിങ്ങളെ വീടാണെങ്കിലും ഒക്കെ നിയമം ഒന്ന് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പാകത്തിന് ലൈറ്റ് മതി, ഏറെ ലൈറ്റ് വേണ്ട. വീട് പണിയിലും അങ്ങനെ പാകമുണ്ടോ? ഉണ്ട്. മദീന മുനവ്വറയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ നടന്നു പോകുമ്പോ കൂടെ സ്വഹാബിമാരുണ്ട്. ഒരു സ്വഹാബിന്റെ വീട് കണ്ടു. ആ വീടിന്റെ മേലൊരു കുബ്ബയുണ്ട്. വീടിന്റെ മേലെ കുബ്ബ, പള്ളിന്റെ മേലെ കുബ്ബ ഉണ്ടാവും. അവിടെ കുബ്ബ ഉണ്ടാവും അല്ലേ? പള്ളിന്റെ മേലെ കുബ്ബയുണ്ടാകും. അത് അടയാളത്തിനും ബഹുമാനത്തിനുമാണ്. പള്ളിക്ക് കണ്ടില്ലേ നിങ്ങൾ മിനാരം? അതൊരു അടയാളമാണ്, ബഹുമാനമാണ്. മക്ബറക്ക് കുബ്ബയുണ്ടാകാറുണ്ട്, ബഹുമാനമാണ്, അടയാളമാണ്. ഷാഫി മാബുദങ്ങളെ മക്ബറ ദൂരത്ത് നിന്ന് കാണും, കുബ്ബയാണ് അതിന്റെ അടയാളം. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്ബറ ദൂരത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും. നല്ലൊരു കുബ്ബയുണ്ട്, ബഹുമാനമുള്ള കുബ്ബ. വീടിന്റെ മേലെ, സ്വഹാബിന്റെ വീടിന്റെ മേലെ കുബ്ബ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റിന്റെ ശേഷം നടക്കുമ്പോഴാ കണ്ടത്. തങ്ങൾ ചോദിച്ചു, വീട് ആരുടേതാണ്? സ്വഹാബിന്റെ പേര് പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, വീടിനെന്തിനാണ് കുബ്ബ? വീടിനെന്തിനാണ് കുബ്ബ? അത്രേ തങ്ങൾ ചോദിച്ചുള്ളൂ. പിറ്റത്തെ ദിവസം ആ സ്വഹാബി നബി തങ്ങളെ കാണാൻ വേണ്ടി സദസ്സിലേക്ക് വന്നപ്പോ സലാം പറഞ്ഞു. സലാം മടക്കിയില്ല. വലത്തെ ഭാഗത്തുകൂടെ വന്ന് സലാം പറഞ്ഞപ്പോ സലാം മടക്കാതെ മുഖം തിരിച്ചു. ഇടത്തെ ഭാഗത്തുകൂടെ വന്ന് വീണ്ടും സലാം പറഞ്ഞപ്പോ തങ്ങൾ ഇങ്ങോട്ടും തിരിച്ചു, സലാം മടക്കിയില്ല. വിഷമത്തോടെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ ബാക്കി സ്വഹാബിമാര് പറഞ്ഞു, ഒന്നുമല്ല, ഇന്നലെ നിന്റെ വീട് അള്ളാഹുവിന്റെ റസൂല് കണ്ടു. കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, വീടിനെന്തിനാണ് കുബ്ബ? അതാണോ കാരണം? അത് തന്നെയാണെന്നാ തോന്നുന്നത്. ആ സ്വഹാബി ഉടനെ പുറപ്പെട്ടു, കുബ്ബ തകർത്തു, പൊളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്. ഒരു ഭംഗിയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. അത് പൊളിച്ചൊഴിവാക്കിയിട്ടുണ്ട് നബിയെ. സലാം പറഞ്ഞപ്പോ സലാം മടക്കി. സലാം മടക്കാത്ത രൂപത്തിൽ തങ്ങൾ വിയോജിച്ചെങ്കിൽ ഇവിടെ നമ്മൾ നിർവഹിക്കുന്ന അമിത ചെലവിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ തങ്ങൾ കൈതരാതിരുന്നാലോ, സലാം മടക്കാതിരുന്നാലോ, കണ്ടിട്ട് മുഖം തരാതിരുന്നാലോ, മുസാഫഹത്ത് മുടങ്ങിയാലോ, അമിത ചെലവ് വേണ്ട, പാകത്തിനുള്ള ചെലവ് മതി. കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുന്നതും വേസ്റ്റായി കൊട്ടുന്ന രൂപത്തിലാകരുത്, പാകത്തിനുള്ള ചെലവ് മതി. വെള്ളം കൊടുക്കുന്നിടത്ത് വരെ നിയന്ത്രിക്കണം. നമ്മുടെ നാട്ടിൽ രണ്ട് ജാതി മനുഷ്യന്മാരാണുള്ളത്. ഏത് നാട്ടിലും അങ്ങനെയാണ്. ഒന്ന് ഷുഗർ നല്ലോണം സൂക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് നടക്കുന്നവര്, അവർക്ക് പഞ്ചസാരയുടെ ഒരു കുറവ് ലാഭം കിട്ടും, അവർക്കതിന് പറ്റുന്നൊരു വെള്ളവും. ഷുഗറിന്റെ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് പഞ്ചസാര ഇട്ട വെള്ളവും. രണ്ട് തരത്തിലുള്ള വെള്ളം മതി, പഞ്ചസാര ഉള്ളത്, മധുരമുള്ളത്, മധുരമില്ലാത്തത്. പക്ഷേ നഊദുബില്ലാ, ഇന്നൊരു കല്യാണ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഹാലാണ്. എന്തേ കാരണമെന്നറിയുമോ? നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ കളിക്കുന്ന കളി ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? ആ കളി ഗ്രൗണ്ടില് വിവിധ രാഷ്ട്രങ്ങളുടെ പതാക കാണാം, കളറിലുള്ള പതാക. അതേ രൂപത്തിലാണ് കല്യാണ പുരയിൽ വെള്ളം വെച്ചിരിക്കുന്നത്. കറുത്ത വെള്ളം, പച്ച വെള്ളം, ചുവന്ന വെള്ളം, മഞ്ഞ വെള്ളം, കാപ്പിക്കളർ വെള്ളം, വെള്ള നിറത്തിലുള്ള വെള്ളം. ഇനി ഏതെങ്കിലും ഒരു കളർ പുതിയത് ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കാണെങ്കിൽ ആ കളറിലും ഒരു വെള്ളം. സുബ്ഹാനല്ലാഹ്, 7 ഐറ്റംസ് 8 ഐറ്റംസ്. അമിതമാണ് സഹോദരങ്ങളെ, വേണ്ട. ദൂർത്താണത്, വേണ്ട. പാകത്തിന് മതി, പാകത്തിനാണ്. തീറ്റയും കുടിയൊക്കെ അങ്ങനെ പാകത്തിനാണ് വേണ്ടത്. കുലു വഷ്റബു, അത് രണ്ടും നമ്മളെല്ലാരും ഓതും. കുലൂന്ന് ഓതും, വഷ്റബു ഓതും. അതിന്റെ അപ്പുറം ഒന്നുകൂടി ഓതാണ്ട് ഒരു വാക്കുകൂടി ഓതണം. കുലു വഷ്റബു വലാ തുസ്രിഫു, അതുകൂടി ഓതിയാ ശരിയായി. കുലു വഷ്റബു, അല്ലാഹു തആല പറഞ്ഞു കുലു വഷ്റബു, കുടിക്കണം ഭക്ഷിക്കണം. കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞു വലാ തുസ്രിഫു, അമിതമാകരുത്, ഓവറാകരുത്. അളവിന്റെ വിഷയം മാത്രമല്ല, കൊടുക്കുന്നിടത്തും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്ത് ഒരു വീട്ടിൽ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ഭക്ഷണം ഒരുക്കിയ ഒരു സ്വഹാബി ഒരു ദിവസം വന്ന് വിളിച്ചു, നബി എന്റെ വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ട് തങ്ങളും സ്വഹാബിമാരും വരണം. തങ്ങൾ പോയി, സ്വഹാബത്തും പോയി ഭക്ഷണം കഴിച്ചു വന്നു. അതേ സ്വഹാബി എന്നെ 2-ാം ദിവസവും വന്ന് വിളിച്ചു, ഭക്ഷണം ഇന്നും ഒരുക്കിയിട്ടുണ്ട് നബിയെ, നിങ്ങളും സ്വഹാബിമാരും വരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവർ പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. തങ്ങൾ പോയില്ല.
മൂന്നാമത്തെ ദിവസവും വന്ന് വിളിച്ചു, അതേ സ്വഹാബി തന്നെ. തങ്ങൾ പറഞ്ഞു, ആരും പോകരുത്, പോകണമെന്നല്ല, ആരും പോകരുത്. റിയാഉൻ വസുംഅ, ലോകമാന്യത്തിന് വേണ്ടിയാണ്, പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, പേരിന് വേണ്ടിയാണ്. മൂന്നാം ദിവസം ഭക്ഷണം ഒരുക്കി വന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണത്. നമ്മളെപ്പോലെ ആൾക്കാർ ആരല്ല വന്ന് വിളിച്ചത്, ഒരു സ്വഹാബിയാ വന്ന് വിളിച്ചത്. നമ്മൾതിന് ഏതായാലും അങ്ങനെ തന്നെ ഇതണ്ടേ, പാകത്തിന് മതി, ഏറെ വേണ്ട. എല്ലായിടത്തും ഉണ്ട് പാകത. ആ പാകത സ്വീകരിക്കണം. തോന്നിയതുപോലെ ആയിട്ടാണ് ലിമിറ്റ് ഇല്ലാതെ മാറുന്നത്. അവൻ മുത്തബ, പിന്തുടരപ്പെടുന്ന തടിയിച്ച പരാജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തടിയിച്ചയോട് പിന്തുടരരുത്. നിയമം എങ്ങനെയാണോ നിയമത്തോട് പിന്തുടർന്ന് ജീവിക്കണം. ഫർളും സുന്നത്തുമായി പഠിപ്പിച്ചതിനെ കൂടുതൽ ഇഷ്ടകരമായി സ്വീകരിക്കണം. ഇങ്ങനെയാണോ നിബന്ധന, അതിനൊത്തേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കണം. അതേ നിയമത്തിന് എതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അത് നാട്ടിൽ പലതും മോഡിഫിക്കേഷനായി വരും. പക്ഷെ അത് പകർത്താൻ പാടില്ല, അത് അനുകരിക്കാൻ പാടില്ല. ഹവ പറയും ഒരു പക്ഷേ അതാണ് മോഡൽ, നീ അത് സ്വീകരിച്ചോന്ന്. പലരും ഒരു പക്ഷേ അത് പറഞ്ഞു തരാനും ഉണ്ടാകും. പക്ഷേ അത് ദുശ്ചെയ്തിയാണെങ്കിൽ ദീന് നിരുത്സാഹപ്പെടുത്തിയതും